നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. പ്രതിഷേധം കണ്ട ഗവർണർ വാഹനം നിർത്തി റോഡിലിറങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസിനോട് ആക്രോശിക്കുകയും SFI പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തു. ഏറെ നേരം കയർത്ത ശേഷം വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ആവശ്യപ്പെട്ടിട്ടും ഗവർണർ തിരികെ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 27-ാം തീയതി നിലമേൽ വെച്ച് നമ്മുടെ ഗവർണർ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെ വിദ്യാർത്ഥികൾ മുൻകൂട്ടി തീരുമാനിച്ച സമരത്തിൻ്റെ ഭാഗമായി അന്ന് നിലമേൽ ജംഗ്ഷനോട് അടുപ്പിച്ച് വെച്ച് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ സാധാരണ ഒരു പ്രൈവറ്റ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്ന വഴിയിൽ വെച്ച് SFIയുടെ വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കുകയുണ്ടായി. എന്നാൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കരിങ്കൊടി കാണിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏകദേശം ആ വിദ്യാർത്ഥികൾ നിൽക്കുന്നതിന് മുന്നേ ഒരു 30 മീറ്റർ മുന്നേ തന്നെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങി ആ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് വളരെ വിദ്വേഷത്തോടുകൂടി തന്നെ പെരുമാറുന്ന രൂപത്തിലേക്ക് ആ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് വരികയുണ്ടായി. പോലീസ് എത്ര കണ്ട് അതിൽ നിന്നും പിന്മാറാൻ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറെ പ്രേരിപ്പിച്ചുവെങ്കിലും ആ പ്രേരണകളിലൊന്നും വശമുതലാകാതെ കുട്ടികളുടെ അടുത്തേക്ക് വലിയ ദേഷ്യഭാവത്തിൽ തന്നെ അവരെ ഏകദേശം കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക്, അടിക്കുന്ന രൂപത്തിലേക്കുള്ള രീതി തുടർന്നുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അതിൽ നിന്നും പോലീസ് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുകയും അതിനുശേഷം അദ്ദേഹം ഒരു സമരം അവിടെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. ആ തൊട്ടടുത്ത് നിന്ന കടയിൽ കയറി അവിടെ നിന്ന് ഒരു കസേര എടുത്തിട്ട് ആ കസേരയിലിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് എതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ട് തന്നെ ആ MC റോഡിന്റെ സൈഡിൽ ആ കടയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി അടക്കം വിളിച്ച് ഈ കുട്ടികളുടെ പേരിൽ കേസെടുക്കുവാൻ നിർബന്ധിക്കുന്ന സമീപനമെടുത്തു. അതിലുപരിയായി 124 എന്ന വകുപ്പ് കൂടി ചേർക്കണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് FIR അവിടെ രേഖപ്പെടുത്തി തിരിച്ച് FIR കൊണ്ടുവരുന്ന അതേ സമയം വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നവരെ അദ്ദേഹം നിലപാടെടുത്തുകൊണ്ട് ആ നിലമേൽ ജംഗ്ഷനിൽ ഇരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. FIR കയ്യിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹം അവിടുന്ന് പോവുകയും നമ്മുടെ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കാര്യം അദ്ദേഹം പറഞ്ഞത് പച്ച കള്ളമാണെന്ന് തെളിയുന്ന രൂപത്തിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് കോടതിയിൽ വിസ്താരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം അവർക്ക് ജാമ്യം അനുവദിക്കുന്ന നിലപാടും സ്വീകരിച്ചു. ജാമ്യം കിട്ടുകയും ചെയ്തു. അവിടെ ഇനി തൊട്ട് അതിൻ്റെ ബാക്കി പേപ്പർ വർക്കുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചുടൻ തന്നെ സബ് ജയിലിൽ കൊടുത്തുകൊണ്ട് അവരെ വെളിയിൽ കൊണ്ടുവരാൻ കഴിയും. അതിലൊന്നും പരമപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പെൺകുട്ടികളടക്കമാണ് വിദ്യാർത്ഥികളാണ് ജയിലിൽ പോകേണ്ടത്. അത് 2 പേർ, അഫ്സാന അടക്കമുള്ള 2 പേർ തിരുവനന്തപുരം അട്ടക്കുളങ്ങര സബ് ജയിലിലും ബാക്കി 10 വിദ്യാർത്ഥികൾ നമ്മുടെ കൊട്ടാരക്കര സബ് ജയിലിലുമാണ് കിടക്കുന്നത്. ഒരു മാനുഷിക മൂല്യവും ഇല്ലാത്ത പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പത്രമാധ്യമത്തിലൂടെ തന്നെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിച്ചു. കാര്യം അദ്ദേഹം പറഞ്ഞത് പച്ച കള്ളമാണ്. കാര്യം ഒരു പ്രകോപനവും ഇല്ലാതെ കുട്ടികൾ സൈഡിൽ നിന്നും കരിങ്കൊടി വീശുന്ന ഘട്ടത്തിൽ അദ്ദേഹം റോഡിലിറങ്ങി മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി റോഡിൽ കൂടെ വന്നതാണെന്നും അതെല്ലാം തന്നെ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പിറ്റേ ദിവസം തന്നെ മീഡിയ മാധ്യമങ്ങളിലെല്ലാം കുട്ടികളുടെ ഭാഗത്തുള്ള പെശകല്ല, അത് ഗവർണർ ചെയ്ത ഏറ്റവും വലിയ പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർക്ക് ജാമ്യം ലഭിക്കുകയുണ്ടായത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും എല്ലാവരും സബ് ജയിലിൽ നിന്നും പുറത്തു വരും.
സഹാക്കളെ, ഇത്തരത്തിലേക്ക് ഒരു പ്രകടനം നടത്തിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ തൻ്റെ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിലൂടെ ഒരിക്കലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളിൽ സംഘപരിവാറിന് അവർക്ക് അനുകൂലികൾക്ക് ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കേരളത്തിലെ ഗവർണറുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സർവകലാശാല കേന്ദ്രങ്ങളിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും അത്തരത്തിലേക്ക് യൂണിവേഴ്സിറ്റികളുടെ ഉന്നത അധികാര സമിതിയിലേക്ക്, സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അടക്കം ഈ ഇത്തരത്തിലേക്ക് സംഘപരിവാർ നോമിനികളെ നോമിനേഷൻ ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലേക്ക് SFI ചാൻസലർക്കെതിരായിട്ട് വലിയ നിലയിലേക്ക് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരത്തിലേക്ക് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ പ്രതിഷേധിക്കുന്ന ആളുകളെ കള്ളക്കേസിൽ കുടുക്കുകയും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെ അടിച്ചമർത്താം എന്ന് കരുതിക്കൊണ്ടാണ് ആരിഫ് ഖാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന് ഒരു കാരണവശാലും ആ നിലയിലേക്കുള്ള പോക്ക് നടക്കില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഗവർണറുടെ മുഖത്തേക്കേറ്റ അടികൂടിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ സഖാവ് SR അരുൺബാബുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊല്ലത്തെ സമര പോരാളികൾ ഏറെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി RSSന്റെയും രാജ്യത്തെ സംഘപരിവാർ ഗവൺമെന്റിന്റെയും തീട്ടൂരം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ RSS വൽക്കരിക്കാൻ, സംഘപരിവാർ വൽക്കരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരമാണ് കേരളത്തിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി തീർത്തും ജനാധിപത്യപരമായി മുൻകൂട്ടി SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ആർഷോ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാകെ ഈ ഗവർണറുടെ ഈ സംഘപരിവാർ വൽക്കരണം കേരളത്തിലെ സർവകലാശാലകളെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമത്തിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം കേരളത്തിലെ SFI നടത്തിക്കൊണ്ടുവരികയാണ്. ആ സമരത്തിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്ത് തിരികെ പോകുകയായിരുന്ന ഗവർണറെ തീർത്തും ജനാധിപത്യപരമായി സൈഡിൽ ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് SFIയുടെ രക്തനക്ഷത്രാങ്കിതമായ ശുഭ്രപതാകയും കയ്യിൽ കറുത്ത തൂവാലയും പിടിച്ചുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് ഗതാഗത തടസ്സം പോലും ഉണ്ടാക്കാതെ തീർത്തും സമാധാനപരമായി ജനാധിപത്യപരമായി തങ്ങളുടെ പ്രതിഷേധ മുദ്രാവാക്യ രൂപേണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത SFI പ്രവർത്തകരുടെ ഇടയിലേക്ക് നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. സമരകേന്ദ്രത്തിൽ നിന്നും കുറച്ചകലെ മാത്രം മാറി വാഹനം നിർത്തിയിട്ട് സമരകേന്ദ്രത്തിലേക്ക് വരുന്ന കേരളത്തിലെ ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ, തന്റെ ചെറുമക്കളുടെ പ്രായം പോലുമില്ലാത്ത 20 വയസ്സിന് താഴെയുള്ള കൊച്ചു കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളെ, പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ്. ഈ ഗവർണറുടെ മനോനില തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കവലച്ചട്ടമ്പിയുടെ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ ഗവർണർ മാറി വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടാൻ, ചട്ടമ്പിത്തടം നടത്താൻ
കവലച്ചട്ടമ്പിമാരുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ചാൻസലർ വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടാൻ വേണ്ടി തെരുവിലേക്ക് വരികയാണ്. അപ്പോഴും വിദ്യാർത്ഥികൾ സംയമനം പാലിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവർ മാറി നിന്നുകൊണ്ട് ആ സമരം അവർ തുടർന്നു പോവുകയാണ് ചെയ്തത്. എന്നാൽ കേരളത്തിലെ ഗവർണർ അവിടെ നിന്നുകൊണ്ട് പ്രഹസനം നടത്തുന്ന നാം കണ്ടതാണ്. ആരെയൊക്കെ വിളിക്കുന്നു? പ്രധാനമന്ത്രിയെ വിളിക്കുന്നു, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നു. അവരെയെല്ലാം വിളിച്ചാൽ ഈ കേരളത്തിലെ SFI-യെ, കേരളത്തിലെ വിദ്യാർത്ഥികളെ, കേരളത്തിന്റെ പുരോഗമന മനസ്സിനെ മൂക്കിക്കേറ്റാൻ കഴിയുമെന്നാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കരുതുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ കരുതുന്നത് പോലെയല്ല കേരളം. ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാറിന്റെ ഗുണ്ടകൾക്കെല്ലാം എതിരായി അതിശക്തമായ സമര മുന്നേറ്റങ്ങൾ നടത്തിയ നാടാണ്. സഖാവ് ശ്രീകുമാറിന്റെയും അജയ് പ്രസാദിന്റെയും എല്ലാം ചോര കൊണ്ട് ഇതിഹാസം ധരിച്ച ഈ ദേശിംഗ നാടിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ആരിഫ് മുഹമ്മദ് ഖാന്റെയും ഈ തീട്ടൂരങ്ങൾക്ക് മുമ്പിൽ, ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ, വരട്ടലുകൾക്ക് മുമ്പിൽ നിന്നുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോ എന്താണ് ഗവർണറും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സംഘപരിവാർ അനുകൂലികളും പറയുന്നത്? SFI-യെ കൈകാര്യം ചെയ്യാൻ എന്താണ് CRPF-നെയും അതുപോലെ NST കമാൻഡർമാരെയും എല്ലാം ഇറക്കിയിട്ടുണ്ടെന്നാണ്. ആരിഫ് മുഹമ്മദ് ഖാനും സംഘപരിവാറിനുമൊന്നും കേരളത്തിന്റെ ചരിത്രം നേരെ ചൊവ്വെ അറിയില്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കണം. ഈ കേരളം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സർ CP-യുടെ പട്ടാളത്തിന് മുമ്പിൽ വാരിക്കുന്തമേന്തിക്കൊണ്ട് ഈ കേരള നാടിന് വേണ്ടി ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം ജീവൻ കൊടുത്ത പുന്നപ്ര വയലാർ സമര പോരാളികളുടെ പിന്മുറക്കാരായ SFI പ്രവർത്തകരെ CRPF-നെ കാട്ടി പേടിപ്പിക്കുന്നു. പട്ടാളമൊക്കെ മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. അത്തരം വരുന്ന പട്ടാളമൊക്കെ ബംഗറിൽ ഇരിക്കത്തേ ഉള്ളൂ. ആ ബംഗറിൽ ഇരിക്കാൻ മാത്രമേ കേരളത്തിൽ വരുന്ന പട്ടാളക്കാരന് കഴിയൂ. ഇത് ജനാധിപത്യ കേരളമാണ്. ഈ ജനാധിപത്യ കേരളം അതിശക്തമായ സമരങ്ങളുമായി കേരളത്തിലെ ഗവർണർ, ചാൻസലറുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് CRPF-നെയോ പട്ടാളത്തെയോ ഒന്നും കാട്ടി SFI-യെ കേരള നാടിനെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഈ സമരം കൂടുതൽ ശക്തമായി കേരള നാട്, ഈ സമരം കേരളത്തിന്റെ പുരോഗമന മനസ്സ് ഈ കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ സമരങ്ങളുമായി തുടർന്ന് മുന്നോട്ട് പോകും. ആ സമരത്തിന് DYFI-യുടെയും കേരളത്തിലെ പുരോഗമന മനസ്സിന്റെയും കേരളത്തിന്റെ ആകെ പിന്തുണ ഉണ്ടാകും. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള സമരം കൂടുതൽ ശക്തമായി തന്നെ കേരള സമൂഹം മുന്നോട്ട് കൊണ്ടുപോകും. ആ സമരത്തിന്റെ ഭാഗമായി ജയിലിലെ അടയ്ക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ്. ഇവിടെ ബോധപൂർവം ഗവർണർ അക്രമമുണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് നീതിപീഠങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി. ആ ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ ഗവർണർ ആണ് എന്ന് മനസ്സിലാകും. ആ നിലയിൽ കേരളത്തിൽ സംഘർഷമുണ്ടാക്കാൻ വിദ്യാർത്ഥികളോട് പോലും ഏറ്റുമുട്ടി സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇവിടെ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം ഒറ്റക്കെട്ടായി അതിനെതിരായി ശക്തമായി പ്രതികരിക്കും, അതിനെ നേരിടും. ഗവർണർക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരങ്ങൾക്ക് പ്രചോദനമാണ് ഇവിടെ നിലമേലെ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട ഞങ്ങളുടെ ധീരരായ പോരാളികൾ. അവർ ദേശിംഗ നാടിന് തന്നെ, ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ കൊല്ലത്തെ പുരോഗമന മനസ്സുകൾക്ക്, ഈ കേരള നാടിനാകെ അഭിമാനമായ ഈ പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിലൂടെയാണ് SFI ഗവർണർക്കെതിരെ സമരപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വെറും കള്ളക്കേസിൽ ഞങ്ങളെ 2 വനിതകൾ ഉൾപ്പെടെ 12 പേരെയാണ് കള്ളക്കേസിന്റെ അകത്തേക്കാക്കി ജയിലറയ്ക്കകത്തേക്കാക്കാൻ ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്തത്. SFI ഇനിയും സന്ധ്യയില്ലാ സമരവുമായി തന്നെ മുമ്പോട്ട് പോകും. ആ സമരത്തിൽ ഗവർണർക്കെതിരെ കർശനമായ സമരവുമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിന് ഞങ്ങളെ ഒരിക്കൽ കൂടി ജയിലറയിൽ കാക്കാനാണ് അദ്ദേഹത്തെ ഉത്തരവെങ്കിൽ SFI അത് വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് SFI ചെയ്യുക തന്നെ ചെയ്യും. കേരള സർവകലാശാലയിലെ സെനറ്റിലേക്കും മറ്റും സംഘപരിവാറുകാരെ തിരികേറ്റുന്ന ഗവർണറുടെ നിലപാട് തുറന്നുകൊണ്ട് സംസ്ഥാനത്താകമാനമായിട്ട് SFI സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നിലമേൽ പ്രതിഷേധിക്കുന്നത്. തീർത്തും ജനാധിപത്യപരമായിട്ട് ചെയ്ത പ്രതിഷേധത്തെ അട്ടിമറിക്കുകയും അതിലേക്ക് അതിക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഗവർണർക്കെതിരെയാണ് ഞങ്ങൾ കള്ളക്കേസിന്റെ പേരിൽ അടയ്ക്കപ്പെട്ടുള്ളത്.
ഒരു കാര്യം പറഞ്ഞു വെക്കുവാനുള്ളത്, ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഞങ്ങളെങ്കിൽ ഇല്ലാണ്ടാക്കാമെന്ന് ധരിക്കുകയും വേണ്ട. ഇനിയും ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്നതാണ് SFIയുടെ തീരുമാനം. അങ്ങനെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.